ഇവിടെ ആരും ഇല്ലേ? ഇത്രയും വലിയ വീടും 2-3 വഴികളും ഒരു സ്കൂട്ടറും ഇരണം കിട്ടും. ആരാണ്? ഇവിടുത്തെ മറ്റേ ആളില്ലേ? മറ്റാളാ? അതാര്? ഇവിടെ രവി എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ലേ? ഓ, വിളിക്കാം. അച്ഛാ, അച്ഛാ, ഒന്നിങ്ങോട്ട് വരോ? എന്താ മോളെ? നീ ആടേ? വണ്ടി ഒന്ന് നോക്കണം. വണ്ടി ഒന്ന് നോക്കണം. നോക്കി പോട്ടാ. നോക്കണം എന്ന് പറഞ്ഞാൽ എന്റെ കംപ്ലൈന്റ് നോക്കാൻ. കംപ്ലൈന്റ് നോക്കാനെന്ന് പറഞ്ഞാൽ താക്കോൽ എടുത്തോണ്ടിരും, എന്നിട്ട് നോക്കാം കംപ്ലൈന്റ്. മോളെ താക്കോൽ എടുത്തു. പിങ്കി, പിങ്കി, അച്ഛന്റെ സ്കൂട്ടറിന്റെ താക്കോലിങ് എടുത്തോണ്ട് വരുമോ? ഇതെല്ലാം പെയ്യല്ലേ? ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇന്നലെ നമ്മുടെ ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓഫായി, പിന്നെ സ്റ്റാർട്ടായില്ല. പിന്നെ ഞാൻ തന്നെ തള്ളിക്കൊണ്ടിങ്ങി വന്നു. ഒറ്റ അടിക്ക് സ്റ്റാർട്ടാവുന്ന വണ്ടിയായിരുന്നു. അല്ലേ മണി? അല്ലേ റിങ്കി? ഇത് എവിടെ വെച്ച് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞു? നമ്മുടെ ആ ജംഗ്ഷൻ ഇല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ആ ഫസ്റ്റ് ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വളവിന്റെ അവിടെ വെച്ച്. പിന്നെ എന്തിനു ഇത് ഇങ്ങോട്ട് കെട്ടി വലിച്ചോണ്ട് വന്ന? അവിടെ ഒരു വളവിലൊരു കുഴിയില്ലേ, ആ കുഴിയിൽ അങ്ങ് മറിച്ചിട്ട് വന്നൂടി ഈ ചേട്ടത്തിനെ. നിങ്ങൾക്ക് എവിടെ ജോലി എന്ന് പറഞ്ഞു? ഞാൻ ഒന്ന് വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നപ്പോ പറഞ്ഞില്ലേ, ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ. ഞാൻ അതെപ്പോഴും എഴുതി പോക്കറ്റ് ഇട്ടോണ്ട് നടക്കാം, മാനേജർന്ന്. ചായ വല്ലതും എടുക്കട്ടാ? ആദ്യം ഈ പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിട്ട് പിന്നെ കുടിക്കാൻ ചായയും ചാരായും ഒക്കെ. ഞാനേ ജോലി കയറിയിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടിയാണിത്. വണ്ടി സൂപ്പറാണ്. ഞാൻ പൊന്നു പോലെയാണ് നോക്കണത്. വണ്ടികളിൽ വെച്ച് ഒത്ത പുരുഷ ലക്ഷണമാണ്. പുരുഷ ലക്ഷണമാണെങ്കിൽ ഈ നിൽക്കുന്ന 3 ഏതെങ്കിലും ഒന്നിനെ കെട്ടിച്ചു ഓടിക്കും. ഇതൊന്ന് ഇത് 3 നിങ്ങളാ മക്കളാ? അതെന്റെ ഭാര്യ. അല്ല, വണ്ടിക്ക് എന്താണ് കുഴപ്പം? അതറിയാമെങ്കിൽ എപ്പോഴേ പണിയും തീർത്ത് പോയേനെ. പട്ടുംപാവൊക്കെ കണ്ട ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണെന്ന് പറയുമല്ലോ. പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പോവാത്തത്? അതിന് 10ാം ക്ലാസ് ജയിക്കണം. ഇവിടെ കിടന്ന് ഇങ്ങനെ കുനുവിനൊന്ന് പറഞ്ഞോണ്ടിരിക്കുക, സാറ് അവരെ വിളിച്ചോണ്ട് പോകുമോ? ഇവിടെ ഒരുപാട് പണി കിടക്കണേ ഇതിനകത്ത്. വാ എല്ലാരും വരികത്. വാ കയറി വാ. വർക്ക്ഷോപ്പ് മേസ്തിരി ആയിട്ട് ഇത്രയും അഹങ്കാരം. നല്ല ഓട്ടോമൊബൈൽ എഞ്ചിനീയറും ആയിരുന്നെങ്കിൽ ഈ ഭൂമി തകിടം മറിച്ചാൻ. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ തന്നെ പഠിച്ചില്ലെന്നേ ഉള്ളൂ. പഠിച്ച ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനെ കാട്ടിയും കാര്യങ്ങൾ എനിക്കറിയാം. ഒരു വണ്ടി കണ്ടാ അറിയാം എന്റെ പ്രശ്നം എന്താണ്. അപ്പൊ ലക്ഷണോ ശാസ്ത്രമൊക്കെ നോക്കി പറയാനൊക്കെ അറിയാലേ? സാറേ, ഇത് സാറിന് പണിയാണ് കേട്ടാ. നീ പണിയടേ. സാറ് ഇതിന്റെ ഫ്ലഗ് അടിച്ചു നോക്കിയാ? ഞാൻ അഴിച്ചൊന്നും നോക്കിയില്ല. ഇതിന്റെ കിക്കർ അടിച്ചു നോക്കിയാ? ഞാൻ ഒന്നും അടിച്ചില്ല. ഇതിന്റെ വയറുവെല്ലും കട്ടായി കിടക്കണ തന്നെ ആയിരിക്കും. ഓ, വണ്ടി കണ്ടാ മതി, കുഴപ്പം എന്താണെന്ന് അറിയാനൊക്കെ പറ്റൂന്ന് പറഞ്ഞിട്ട് എന്തേ അറിയാൻ പറ്റണ്ടേ? സാറേ, ഇങ്ങനെ നിന്നാ പണി ചെയ്യാൻ പറ്റില്ല. എവരെ വിളിച്ചോണ്ട് നാത്ത് പോകൂ. അച്ഛാ, ഇയാള് ശരിക്കും വർക്ക്ഷോപ്പ് മേസ്തിരി തന്നെ. പിന്നെ അവന്റെ വർക്ക്ഷോപ്പിൽ എത്ര വണ്ടിയാണ് ഡെയിലി പണിയുന്നത്? ആ വണ്ടികൾ വല്ലതും ഇങ്ങനെ പണിയുടെ അച്ഛൻ കണ്ടിട്ടുണ്ടാ? ഞാൻ അവിടെ പോയി നോക്കി നിൽക്കണം. ഇയാളെ പറ്റി അച്ഛൻ ശരിക്കും ഒന്ന് അന്വേഷിക്കണം, നന്നായിരിക്കും കേട്ടോ. എന്തിന് ഈ വണ്ടി തന്നെ 2-3 പ്രാവശ്യം നന്നാക്കി തന്നില്ലേ? അത് വല്ല അബദ്ധത്തിലും ശരിയായതായിരിക്കും. അബദ്ധത്തിലും 10-13 വയസ്സ് മുതൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ വർക്ക്ഷോപ്പിൽ പോയതാണ്. ഞാൻ എന്നെ ശേര മേസ്തിരിയാണ് പണി പഠിപ്പിച്ചത്. നല്ല ഗുരുത്വമുള്ള മേസ്തിരിയാണ് പണി പഠിച്ചത്. എനിക്ക് ഒരിടവും തെറ്റിയിട്ടില്ല. എടേ, അവര് തമാശക്ക് പറഞ്ഞല്ലേ, നീ അത് കേട്ടല്ലേ? നീ വണ്ടി പണിയാൻ നോക്ക്. ഓ, ശല്യപ്പെടുത്താവുന്ന ആത്തേറി പോകൂ. അയ്യോ, വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ.
അയ്യോ വണ്ടി മറിഞ്ഞോ മോനെ? അയ്യോ മോനെ വണ്ടി മറിഞ്ഞേ, വാ എഴുതി എഴുതി എഴുതി. പണി ചെയ്യാൻ താമസിക്കില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും ഉണ്ടായി. അല്ല വണ്ടി മറിഞ്ഞു കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നേ. പിന്നെ മറിച്ചിട്ടല്ല അവൻ ആകാശത്ത് പൊക്കി പിടിച്ച് പണി ചെയ്യാൻ പറ്റും. അല്ല എന്നാലും ഇങ്ങനെ വണ്ടി മറിഞ്ഞു കിടക്കണ കണ്ടപ്പോ ഒരു എന്തോ വിഷമം. പ്രശ്നം കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് ആ വിഷമം, ഞാൻ ഇവിടെ തറയെ കിടന്ന് പണി ചെയ്യണേന് ഒരു വിഷമമില്ലേ? എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ പ്രശ്നം കണ്ടുപിടിക്കണോ ഇനി കണിയാനോ വിളിക്കണം. പ്രശ്നം വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. ചേച്ചിക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല. ചേച്ചി അടുക്കളയിൽ പോയി വല്ല പണിയും ചെയ്യും. എല്ലാവരും കൂടി പിടിക്കും, ഓക്കെ വയ്ക്കാം. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് മറച്ചോണ്ട് പിടിഞ്ഞോട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നല്ല ഈ വീട്ടിന് മുമ്പിൽ ഈ ആക്രി സ്കൂട്ടറിന്റെ ആവശ്യം ഉണ്ടാ ചേച്ചി? അത് തന്നെ എല്ലാരും ചോദിക്കണേ. ഇതൊരു കരോട്ടക്കാരിയാ. ഞാൻ ബോക്സറാണ്, ജില്ലാ ചാമ്പ്യൻ. നല്ല പ്രായത്തില് പെൺപിള്ളേരെ ഇടിയും മാച്ച് പിടിച്ചിട്ട് കെട്ടിക്കാൻ പ്രായമാകുമ്പോ എണീറ്റിരിക്കാൻ പറ്റും. ഇതില് പെട്രോൾ ഉണ്ടാ? അത് ഞാൻ നോക്കിയില്ല. നിങ്ങൾ ഏത് ബാങ്കിലാ എന്തായിരുന്നു പറഞ്ഞ? ഞാൻ വർഷാപ്പിൽ ഒന്നും പറഞ്ഞില്ലേ, അസിസ്റ്റന്റ് മാനേജർ. ആ ബാങ്കിന്റെ ഒരു അവസ്ഥ. ഇതില് പെട്രോൾ ഇല്ലേ? പെട്രോൾ ഇല്ലേ? പെട്രോൾ ഇല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ മെനങ്ങാന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ചു ഒഴിച്ചല്ലേ ഉള്ളൂ. പെട്രോളിന്റെ വില കുത്തനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ട് ഇറങ്ങുകയല്ല. അത് ഞാൻ ചിന്തിച്ചില്ല. ഈ നിക്കണ വലിയ മേസ്ത്രിയെ അത് ചിന്തിച്ചില്ല. ഓ, ഇങ്ങോട്ടിട്ട് വെക്കുകയാണല്ലേ? നിങ്ങളെ പേര് കുപ്പിയെടുത്ത് 1 ലിറ്റർ പെട്രോൾ ഇങ്ങോട്ട് വാങ്ങിക്കോട്ടില്ല. ഇതിനകത്തൊഴിക്കണമെന്നില്ല, ഇതിന്റെ പുറത്തൊഴിച്ചിട്ട് അങ്ങ് കത്തിച്ചളായി. ഞാൻ പോണം. എത്രയായി? എന്തിന്? നീ പണി ചെയ്തേന്. ഓ, ഇനി ഞാൻ 50 രൂപ കാശ് വാങ്ങിച്ചിട്ട് വേണം പെട്രോളില്ലെന്ന് കണ്ടുപിടിച്ചാൽ 50 രൂപ കാശ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഈ നാട് മൊത്തം പറഞ്ഞോണ്ട് നടക്കാൻ. ഞാൻ പോണ്. ചേച്ചി പിള്ളേരെ പോണേ. ഞാൻ റിങ്കി, ഇവള് പിങ്കി. പിള്ളേരെ എന്നുള്ള വിളിയൊന്നും വേണ്ട. ആര് ചേച്ചി ഈ പിള്ളേർക്ക് പേരിട്ട? എന്റെ വീട്ടുകാര് നല്ല 2 പിള്ളേരായിരുന്നു. കുടുംബക്കാരി അത് ചെയ്തല്ലേ പിള്ളേരെടുത്ത്. അടച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളെടുത്ത് അടയ്ക്കാൻ എനിക്ക് വർഷാപ്പിൽ 100 കൂട്ടം പണി കിടക്കണം. അതിന്റെ ഇടയിൽ തന്നെ ഇവിടെ വന്ന് ഇതെടുത്ത് അടയ്ക്കാൻ. ആള് മോടയാണെങ്കിലും കൊള്ളാല്ലേ, പറയണതിലൊക്കെ കാര്യമുണ്ട് അല്ലേ? ഇനി പ്രാക്ടീസ് തുടങ്ങാം. Come on, Balki. Catch me if you can. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഇതൊക്കെ എടുത്ത് വെക്കണമല്ലോ. എന്തായാലും പെട്രോൾ വാങ്ങിച്ചിട്ട് വരാം.